ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ സാറ്റർഡേ ഈവനിങ് മുതൽ സൺഡേ നൈറ്റ് വരെയുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഹോർലാൻഡ്സിൽ നമ്മുടെ ബാച്ചിലേഴ്സ് റൂമിലോട്ടാണ്. നമ്മുടെ കസിൻസും ഫ്രണ്ട്സൊക്കെ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ അവിടെ പോയിരിക്കാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പുറത്തുനിന്ന് നൈസായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സെല്ലാം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരത്തെ തന്നെ റൂമിൽ വരാമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. നാളെ ഇവർക്കൊരു ഓൾ കേരള എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കോളേജും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ അതിന് പോകണം നേരത്തെ. അപ്പോൾ ഇങ്ങനെ പോയി നമ്മൾ ഷവർമ കഴിക്കാൻ നിർത്തിയപ്പോൾ ഒരു ഡോഗിനെ കണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ബാച്ചിലേഴ്സ് റൂം. ഇത് ഞാനൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് ഹസ്ബൻഡൊക്കെ ഇവിടെ ഇതാണ് അവരുടെ അപ്പോൾ ഒരു ഫാമിലി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള മൂടങ്ങ് പോയി ഷവർമയൊക്കെ കഴിച്ചപ്പോൾ തന്നെ. അപ്പോൾ റൂമിൽ പോയിട്ട് നല്ല കഞ്ഞിയും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫൊക്കെ ആക്കി. ഇപ്പോൾ പിന്നെ എല്ലാ ദിവസവും ബീഫാണ്, നാട്ടിൽ നിന്ന് ബീഫ് കിട്ടിയ നേരം. പിന്നെ അത് കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ നേരത്തെ എണീറ്റ് നല്ല നീർദോശയും ബീഫ് കറിയും ഒക്കെ ആക്കി. പിന്നെ ഇന്ന് എനിക്കൊരു ഹെയർ കട്ടിങ് ഉണ്ടായിരുന്നു. ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. രഞ്ജുമാറിൻ്റെ ഓറ എന്ന് പറയുന്ന സ്റ്റുഡിയോ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ പോയി ഹെയർ കട്ടൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ഫുഡെല്ലാം കഴിച്ച് പോകാൻ വേണ്ടി റെഡിയായി. എല്ലാവരും ജേഴ്സി ഇട്ടിട്ടില്ല, കോളേജിൻ്റെ ജേഴ്സി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അത് ഇറങ്ങി അവിടുന്ന് ഷാർജയിലാണ് കളി നടക്കുന്നത്, പെയിൻറ്റ് ബോൾ. അപ്പോൾ അവിടെ പോയി അപ്പോൾ അവിടെ എത്തിയിട്ടുള്ളതാണിത്. ഇപ്പോൾ നല്ല വെയിലാണ്. ഇന്നിപ്പോൾ ഇത്ര തണുപ്പൊന്നും ഇല്ല. ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കളി തുടങ്ങാൻ ഫസ്റ്റ് കളിക്ക് ഇറങ്ങാൻ വേണ്ടി പ്ലേയേഴ്സൊക്കെ നിൽക്കുന്നതാണിത്. പിന്നെ കളിയൊക്കെ തുടങ്ങി ഞാനും മോളും അങ്ങനെ കുറേ നേരം വെയിലത്തൊക്കെ നിന്ന് കളിയൊക്കെ കണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഫാമിലീസിന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗെയിംസും പിന്നെ സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്യും. എല്ലാ ടൂർണമെൻറ്റിനും അറേഞ്ച് ചെയ്യാറുണ്ട്. ഇവരും അത് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. നല്ല ചെറിയൊരു ചായക്കടയും ഭയങ്കര തിരക്കാണ്. നല്ല നല്ല കടികളും ചായയൊക്കെ കുടിച്ച് നല്ല പ്രോഗ്രാംസും ഒക്കെ കണ്ടിരിക്കാം. ഇതിപ്പോൾ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഈവനിങ് ആകുമ്പോഴത്തേക്കാണ് എല്ലാവരും വന്നു തുടങ്ങി ലൈറ്റ്സൊക്കെ ഇട്ട് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ആങ്കേഴ്സ് ജസ്റ്റ് കയറി പരിപാടിൻ്റെ ഇതൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കേക്കിൻ്റെ കോമ്പറ്റീഷൻ, പിന്നെ മെഹന്തി കോമ്പറ്റീഷൻ, പിന്നെ ഒരുപാട് ഗെയിംസ്. എത്ര 5 ഗെയിംസ് എന്തോ ഫുള്ള് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ്. നല്ല നറുക്കെടുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ റോയൽ എൻഫീൽഡിൻ്റെ എന്തോ ബുള്ളറ്റോ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു ഗിഫ്റ്റ്. ട്രഷർ ഹണ്ട്, അതിന് ഗോൾഡ് കോയിൻ എന്തോ ആണ് ഫസ്റ്റിന്. അപ്പോൾ നല്ല രസമാണ്. ഫുട്ബോൾ ടൂർണമെൻറ്റ് നാട്ടിലെ പോലെയൊന്നും അല്ല, ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളിന്ന് ക്വാർട്ടറോ ഒക്കെ ആയപ്പോൾ തന്നെ ഔട്ടായിട്ടുണ്ടായിരുന്നു ഗെയിമിൽ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിരുന്നു റണ്ണേഴ്സ്, പിന്നെ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ ഔട്ടായി. പ്ലേയേഴ്സ് എല്ലാവരും ആർക്കും ഭയങ്കര ചൂട് കാരണം ഉച്ചയ്ക്ക് തൊട്ട് കളി തുടങ്ങുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ നമുക്ക് തന്നെ ഇന്ന് എല്ലാവരും കൂടെ റൂമിൽ വന്നിട്ട് റൂമിൽ കൂടാന്നുള്ള പ്ലാനിൽ കളി കഴിഞ്ഞ പാടെ നമ്മളെല്ലാവരും നമ്മുടെ റൂമിലാണ് വന്നത്. ഇന്ന് നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും റൂമിൽ വന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ ഫുഡ് ഓർഡർ ചെയ്ത് ഗംഭീര ഫുഡായിരുന്നു. ഒന്നും പറയാനില്ല. എല്ലാവരും അത് കഴിച്ച് ഇപ്പോൾ ഒരു 12 മണി ആയി കാണും. എല്ലാവരും കഴിച്ച് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുക. എല്ലാവർക്കും നാളെ ഡ്യൂട്ടി ഉള്ള കാരണം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് വ്ളോഗിൽ. എല്ലാ ദിവസവും ഇതന്നെ പറയാനുള്ളത്. ഇതാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ, ഈ റെഡ് ടീഷർട്ട്. ഉണ്ണിയേട്ടന് പ്രൊമോഷനായി, പിന്നെ പുതിയ കാർ എടുത്തു. അതിൻ്റെ കൂടെ ഒരു ട്രീറ്റ് ആയിരുന്നു. അവരിറങ്ങിയ ശേഷം പിന്നെ നമ്മളൊരു നൈറ്റ് ഡ്രൈവ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ തന്നെ തിരിച്ച് പിന്നെ റൂമിൽ തന്നെ വന്ന്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.